സുചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന CJPയുടെ പ്രൊട്ടസ്റ്റ് അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് വളരെ സമാധാനപരമായിട്ടാണ് ഈ പ്രൊട്ടസ്റ്റ് നടന്നതെന്നും ഈ പ്രൊട്ടസ്റ്റിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പോലീസുകാരാണ് എന്നുമാണ് പല ആൾക്കാരും ആരോപിച്ചത്. CJPയുടെ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ ശേഷം പിന്നീട് പുറത്തു വന്ന വാർത്തകൾ നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കെങ്കിലും ഇത് കാണിക്കണമല്ലോ. അവര് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പൊ ഇത് വലിയ വാർത്തയാണ്, മലയാള മാധ്യമങ്ങൾ വാർത്ത അല്ലെങ്കിൽ പോലും. CJP പ്രൊട്ടസ്റ്റിൽ 5 IPS ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റ് ആശുപത്രിയിലായിരിക്കുന്നത്. 50 പോലീസുകാർക്കാണ് ഇതിൽ പരിക്കേറ്റ് ആശുപത്രിയിലാകേണ്ടി വന്നിരിക്കുന്നത്. പോലീസുകാരുടെ തല അടിച്ചു പൊട്ടിച്ചു, പൊതുമുതൽ വ്യാപകമായിട്ട് ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്ക് കടന്നു കയറാനായിരുന്നു ഇവരുടെ ശ്രമമെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഭരണകൂട ഭീകരതയാണ് എന്നാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇവിടെ SFIക്കാരെയും KSUക്കാരെയും ഒക്കെ പോലീസ് വളഞ്ഞിട്ട് തല്ലാറുണ്ട്. അത് ഭരണകൂട ഭീകരതയല്ല. പക്ഷേ വളഞ്ഞിട്ട് തല്ലുമ്പോഴും ഈ SFIക്കാരും KSUക്കാരും പോലീസിനെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കൂടിപ്പോയാൽ അവര് പോലീസിനെ ഒന്ന് കൈ ചൂണ്ടിയിട്ട് അവര് പറയും, നിന്നെയൊക്കെ കാണിച്ചു തരാം നമ്മുടെ ഭരണം വരുമ്പോ എന്ന് പറയും. അല്ലാതെ പോലീസുകാരനെ ഇവിടെ എടുത്തിട്ട് അടിക്കുന്ന ഒരു SFIക്കാരനും DYFIക്കാരനും നമ്മൾ മലയാളികൾ സപ്പോർട്ട് ചെയ്യാറില്ല. അവരെ പാർട്ടി പോലും സപ്പോർട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ട്രാഫിക് പോലീസിനെ എടുത്തിട്ട് അടിച്ച ഒരുത്തനുണ്ട്, അവന്റെ പേര് നസീം എന്നാണ്. അവനിപ്പോ ജയിലിൽ കിടക്കുകയാണ് വലിയ ഇതായിട്ട്. കഴിഞ്ഞ ദിവസം CJPയിൽ ഇത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് പ്ലേ ചെയ്യാം. ഇത് കഴിഞ്ഞ ദിവസം CJP പ്രൊട്ടസ്റ്റിന്റെ ചില ദൃശ്യങ്ങളാണ്, ചില വിഷ്വൽസ് ആണ്. ഇത് പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് CJP പ്രൊട്ടസ്റ്റിൽ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ CJP പ്രൊട്ടസ്റ്റിൽ അവിടെ നടന്നത്. ഇത് പ്രേക്ഷകർക്ക് കാണാനായിട്ട് പറ്റും അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇത് അവർ കല്ലെറിയുന്ന ദൃശ്യങ്ങളൊക്കെയാണ്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് അടുത്ത വിഷ്വലാണ്. ഒരു കല്ല് പറക്കി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇനി തീർന്നില്ല. ഇനി അടുത്ത വിഷ്വൽ, ഇത് ഒരു പോലീസ് വണ്ടി സമ്പൂർണ്ണമായിട്ട് തകർത്തിട്ടിരിക്കുന്ന വിഷ്വല്. ഇതും നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല, തീർന്നില്ല. ഒരു പോലീസുകാരനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന വിഷ്വൽസ് കണ്ടോ. അതിക്രൂരമായിട്ട് ഒരു പോലീസുകാരനെ ഭയങ്കരമായിട്ട് മർദ്ദിച്ച് അവസാനം അയാളെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി അതുകൊണ്ടും തീരുന്നില്ല. പോലീസ് വണ്ടിക്ക് കല്ലെറിയുകയാണ് CJP പ്രവർത്തകർ. പോലീസ് വണ്ടിക്ക് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ അവിടെ നിന്ന്, ഇതാണ് ഇവരുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേപ്പാളാക്കും, കശ്മീരിന്റെ 370 തിരിച്ചു കൊണ്ടുവരിക, കശ്മീർ എടുത്ത് പാകിസ്ഥാന് കൊടുക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അതിനകത്ത് ഉയർന്ന ആവശ്യങ്ങളാണ്. പിന്നെ വേറെ നേപ്പാൾ മോഡൽ സമരമാണ് ഇവർ നടത്തുന്നതെന്ന് പറയുന്നു. റോഡിലെ പൊതുമുതൽ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, വ്യാപകമായ റോഡിലെ പൊതുമുതൽ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇത് നമ്മുടെ ഈ ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള വാർത്തയാക്കിയിട്ടുണ്ട്. റോഡിലെ പൊതുമുതൽ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം പറയാം, ഇതിനകത്ത് പങ്കെടുത്ത ആൾക്കാരുടെ ഒക്കെ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ്. ഇത് പങ്കെടുത്ത ഒരുത്തനുണ്ട്, അവന്റെ പേര് ഹാജി അഫ്സൽ എന്ന് പറഞ്ഞ ഒരുത്തനാണ്. അവൻ ആരാണെന്നറിയാം? അവൻ ഒരു ഗ്യാങ്സ്റ്റർ ആണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഗ്യാങ്സ്റ്റർ ആണ് അവനെ നമ്മുടെ BJP സർക്കാർ വന്നപ്പോ ഇടിച്ചുരുട്ടി ചാക്കി കെട്ടി. അവന് അവിടെ യാതൊരുവിധ ഹോൾഡും ഇല്ലാത്തൊരു രീതിയിലേക്ക് ഇവനെ മാറ്റിയെടുത്തു. കാരണം ഇവൻ അവിടുത്തെ ഗ്യാങ്സ്റ്റർ ആണ്. ഇവൻ അറിയാതെ ആ പ്രദേശത്ത് ഒരു കാര്യങ്ങളും നടക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലീസ് നോക്കുമ്പോൾ ഒരുപറ്റ ആൾക്കാരായിട്ട് ഈ കയ്യും കൊട്ടി വരുന്നവൻ കണ്ടോ, യവനാണ് പുള്ളി. ഒരുപറ്റ ആൾക്കാരായിട്ട് യവൻ അവിടെ ഇറങ്ങിയിരിക്കുകയാണ് CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ വരുന്നവന്മാരെല്ലാം ഇവന്റെ ഗുണ്ടകളാണ്. ഇത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും ഇതിലെല്ലാം വലിയ വാർത്തയായിട്ടുണ്ട്. നമ്മുടെ മലയാള മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് ആവില്ലല്ലോ. നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത നമ്മൾ തന്നെ കാണിക്കണമല്ലോ. ആ പോലീസ് വണ്ടി തകർക്കുന്ന ദൃശ്യങ്ങൾ, ഒരു പോലീസ് വണ്ടിയെ CJPക്കാരും മൊത്തത്തിലെടുത്ത് മറിച്ചിടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീർന്നില്ല, ഇതിങ്ങനെ കാണ്ടം പോലെ കിടക്കുന്നത്. പോലീസ് വണ്ടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, ഒരു ഫുൾ പോലീസ് വണ്ടി ആക്രമിക്കുന്നത്, ഇതെല്ലാം പോലീസുകാർക്ക് നേരെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പോലീസുകാര് ഇതൊക്കെ കണ്ട് പോലീസുകാർ എന്ത് ചെയ്തു? ചുമ്മാ നടന്നു പോകുന്ന പോലീസുകാർക്ക് നേരെ എല്ലാ വിഷ്വൽസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ നടന്നു പോകുന്ന പോലീസുകാർക്ക് നേരെ കല്ലെറിയുന്ന, പോലീസ് അങ്ങോട്ട് തിരിഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ പോലീസുകാർക്ക് നേരെ കല്ലെറിയുന്ന വിഷ്വൽസ്. ഇത് ചില CJP പ്രവർത്തകർക്ക് മനസ്സിലാവുന്നില്ല, ഇത് എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഗുണ്ടകളും മറ്റേ ഗ്യാങ്സ്റ്റർ ടീമൊക്കെ ഇതിന്റെ ഇടയിലുണ്ടല്ലോ, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇനിയുണ്ട്, കാണ്ടം കണക്കിന് ഈ വിഷ്വൽസ് കിടപ്പുണ്ട്. ഇത്രയും കാണിച്ചു കൊണ്ട് നിർത്തുന്നു. അതിന്റെ ഇടയിൽ നമ്മുടെ ഇന്നത്തെ വാർത്തയുടെ ക്രക്സ് ഞാൻ ഇത് കാണിച്ചെന്നുള്ളൂ, മലയാള മാധ്യമങ്ങളൊന്നും കാണിക്കില്ല, അതും കാണിച്ചെന്നുള്ളൂ. ഇന്നത്തെ നമ്മുടെ വാർത്ത 1000 കർഷകർ കൂടെ എത്തുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. പഞ്ചാബിൽ നിന്നാണ് എത്തുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് AAP സ്പോൺസർ ചെയ്യുന്ന സമരമാണ്. ഈ സമരം AAP ആണ് സ്പോൺസർ ചെയ്യുന്നത്. അവന്മാരെയാണ് പഞ്ചാബ് ഭരിക്കുന്നത്. കർഷകരുടെ
ഈ വാദമാണ് വിചിത്രം. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കുന്ന വ്യാപാര കരാറിൽ നിന്ന് പിന്മാറണം. എടാ, വ്യാപാര കരാർ ഒപ്പിട്ടില്ല, ഉണ്ടായിട്ടുമില്ല. അമേരിക്ക പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടുമില്ല. അജിത് ഡോവല് പറയുന്നത് ട്രംപ് പോയി കഴിഞ്ഞിട്ടെ, ഇനിയിപ്പോ ഈ ഭരണം പോട്ടെ, അതുവരെയൊക്കെ നമ്മൾ കാത്തിരിക്കാന്ന് പറഞ്ഞ ഒരു നടപടിക്രമങ്ങളും അതിൽ ഉണ്ടായിട്ടില്ല. ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് രംഗത്തെത്തുന്നത്. ഇതും പോട്ടെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒമർ അബ്ദുള്ള ഒരു ഓട്ടോയിൽ കയറി വരുന്ന വിഷ്വൽസ് ബിജുചേട്ടൻ കണ്ടായിരുന്നു. ഓട്ടോയിൽ അംബേദ്കറുടെ ഒരു പടവും പിടിച്ചുകൊണ്ട് വരിക. അതെന്തിനാണ് വരുന്നത്? ഞാന് കശ്മീരിന് സംസ്ഥാന പദവി വേണം എന്നുള്ളൊരു സമരം തുടങ്ങാൻ പോവുകയാണ്. അത് എവിടെയാ തുടങ്ങുന്നത്? അത് ഡൽഹിയിലാണ്. അവിടെയല്ലേ CJP പ്രൊട്ടസ്റ്റ് കിടക്കുന്നത്. അവര് ചേർന്നല്ല, അതിന്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ഞാൻ വന്നിരുന്നോളാം. അപ്പൊ കശ്മീർ ടീംസ് എത്തി, കശ്മീർ ടീംസ് എത്തി, കർഷക ടീംസ് എത്തി, ഗാങ്സ്റ്റർ ടീമുകൾ എത്തി. അതിന്റെ കൂട്ടത്തിൽ നീറ്റ് ആസ്പിറൻസ് എന്ന് പറഞ്ഞ യുവമാരി ഒത്തുകയാണ്. അതിന്റെ ഇടയിൽ കിടന്ന് നമ്മുടെ പാവപ്പെട്ട രഞ്ജിനി ഹരിദാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഞാനൊന്നും പറയുന്നില്ല, ബാക്കി ബിജുചേട്ടൻ പറഞ്ഞു. ഈ സമരം തുടങ്ങുമ്പോഴേ നമ്മൾ പറഞ്ഞു ഇതൊരു ആന്റി നാഷണൽ സാധനമായിട്ട് ഇത് വരും എന്നുള്ളത്. അല്ല, വിദ്യാർത്ഥികളാണ്. നമ്മളിപ്പോ ഈ ധനുഷ് കാണിച്ച ഈ വിഷ്വൽസ് എല്ലാം ഇന്നലെ നമ്മുടെ മാധ്യമങ്ങൾ ഈ സംഭവങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കൂടുതൽ തലക്കെട്ടെന്ന് അറിയാം. പാവം വിദ്യാർത്ഥികളെ പോലീസ് തല്ലി ഓടിച്ചു, പാവം വിദ്യാർത്ഥികൾ അകത്തുപോയി. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പിടികൂടിപ്പെട്ടിട്ടുള്ള 70 പേർ കസ്റ്റഡിയിലാണ്. ആ 70 പേരിൽ ബഹുഭൂരിപക്ഷം പേരും വിദ്യാർത്ഥികളല്ല, അതിൽ ക്രിമിനൽ കേസിലെ പ്രതികളുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. വിദ്യാർത്ഥികളും ഇന്നലെ ഇവന്മാരെല്ലാം എഴുതി കാണിച്ചാണ് വലിയ ഫ്ലാഷ് ന്യൂസ് കൊടുത്ത വിദ്യാർത്ഥികൾ, പാവങ്ങൾ, കുഞ്ഞുങ്ങൾ, പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ പോയിരിക്കുന്ന എല്ലാം ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികളല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ പുറത്തു വരുന്നവർ. പിന്നെ ഇവര് ചെയ്തത്, ഇന്നലെ അവിടെ നാഷണൽ കോൺഫറൻസിന്റെ MP ആയ ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയുടെ MP ആയ ആഗാ സയ്യിദ് റൂഖത്തുള്ള എത്തി. അദ്ദേഹം പറഞ്ഞ കാര്യം ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം, റദ്ദാക്കിയ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം. അതും ഈ സമരത്തിന്റെ മുദ്രാവാക്യമാണ്. രണ്ടാമത്തെ രസകരമായ മുദ്രാവാക്യം ഒമർ ഖാലിദ്. ആ ഒമർ ഖാലിദിനെ നിരുപാധികം വിട്ടയക്കണം. ഒമർ ഖാലിദ് എന്തിനാണ് അകത്ത് കിടക്കുന്നത്? UAPA ആണ്, ഭീകരവാദ പ്രവർത്തനം, വിഘടനവാദ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് അകത്ത് കിടക്കുന്ന ആ ഭീകരനെ വിട്ടുകിട്ടണം. അതൊക്കെയാണ് മുദ്രാവാക്യം. അതിൽ മറ്റൊരു നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ഈ രാജ്യം നേപ്പാളാക്കും, പാർലമെന്റ് ആക്രമിക്കും, തീയിടും എന്നാ പറഞ്ഞത്. അത് നമ്മുടെ നാഷണൽ മീഡിയയിൽ വെളുത്ത ഷർട്ട് ഇട്ട ഒരാള് പറയുന്നത് ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇനി ഈ പാർലമെന്റിന്റെ പരിസരങ്ങളിൽ ഡ്രോൺ പറക്കാൻ അനുവാദമില്ല. അവിടെ ഡ്രോൺ വിഷ്വൽ ഇന്നലെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ഒരു ഡ്രോൺ വിഷ്വൽ കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ ജന്തർ മന്ദിറിന് മുകളിൽ ആ മരങ്ങൾക്കിടയിൽ ഉള്ള വിഷ്വലാ. പക്ഷെ ഇവിടുത്തെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ജന്തർ മന്ദിറിനെ കുറിച്ച് ഇവിടെ റീഡർമാർക്ക് വലിയ ബോധമില്ലാത്തതുകൊണ്ട് അവർ പറയുന്നു ഇതാ തെരുവോരങ്ങളിൽ ആയിരങ്ങൾ അണിനിരക്കുന്നു. എടാ പൊട്ട, അത് ജന്തർ മന്ദിറിന് മുകളിൽ കൂടെ ഡ്രോൺ പറന്നിട്ടുള്ള വിഷ്വല. പക്ഷെ ജന്തർ മന്ദിറിന്റെ മുകളിലൂടെ അല്ല ഡ്രോൺ പറന്നിരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഈ ഡ്രോൺ പറന്നതായിട്ടാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ നിലവിൽ വരുന്നത്. ഇതിന്റെ ഡേറ്റാസ് ഒക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. ഇതിൽ അന്വേഷിച്ച് വരുമ്പോഴേക്കും ഇതിന്റെ ഈ നിരോധിതമായിട്ടുള്ള മേഖലകളിലാണ് ഈ ഡ്രോൺ പറന്നിരിക്കുന്നത്. പാർലമെന്റിന്റെ ഭാഗത്ത് ഡ്രോൺ പറക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ അഥവാ പറക്കണമെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഈ അനുമതിയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഡിജിറ്റൽ സ്കൈ എയർ സ്പേസ് മാപ്പ് പരിശോധിച്ചപ്പോൾ 1-ലധികം ഡ്രോണുകൾ പറന്നു പൊങ്ങിയിട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന്. അതിലെ ചില ഡ്രോണുകൾ റെഡ് സോണിലൂടെയാണ് പറന്നിരിക്കുന്നത്. റെഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ സുരക്ഷാ മേഖലയാണ്. അതീവ സുരക്ഷാ മേഖലയിൽ, അതായത് ഈ സമരത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തുക, ഇന്ത്യയുടെ പാർലമെന്റ് കെട്ടിടങ്ങളും മറ്റു പരിസര പ്രദേശങ്ങളും ഡ്രോണിൽ പകർത്തി എവിടെയൊക്കെ അയച്ചു കൊടുക്കാനായിരിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഈ CJPയുടെ സമരത്തിന് എന്തിനാണ് ഇപ്പൊ ആ ഭാഗത്തേക്ക് ഡ്രോൺ പകർത്തേണ്ട ആവശ്യമില്ലല്ലോ. ആ ഭാഗത്തേക്ക് നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ ഓടിക്കയറാനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് ബസ്സുകൾ, 2 ബസ്സുകൾ പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ഈ ബസ്സുകളും സമരവും ഈ നീറ്റ് പരീക്ഷ തമ്മിൽ എന്താണ് ബന്ധമെന്നറിയില്ല. വല്ലാത്ത രീതിയിൽ ഇവര് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി തന്നെ ഇത് ഒരു ആന്റി നാഷണൽ സമരമായി മാറിക്കൊണ്ട് ഇവിടേക്കാണ് ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് കർഷകരെത്തുന്നു. കർഷകരുടെ BKU ചാരുമണിയുടെ നേതാവ് ഗുർണം സിംഗ് ചാരുമണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹരിയാന ഹൈവേ ബ്ലോക്ക് ചെയ്ത മറ്റു ചില BKU നേതാക്കളെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവർ പറയുന്ന വിചിത്രമായ ന്യായം, ഇന്ത്യ അമേരിക്ക കരാർ റദ്ദ് ചെയ്യാന്ന്. ഈ കരാർ വന്നിട്ടുണ്ടോ ഇനി വരുമോന്ന് പോലും ട്രംപിനും മോദിക്കും ഉറപ്പില്ലാതെ നിൽക്കുമ്പോഴാണ് ഇല്ലാത്തൊരു കരാർ റദ്ദാക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കർഷക സമരം എപ്പോഴും നടക്കുന്നത് ഈ കൃഷിയില്ലാത്ത സമയങ്ങളായിരിക്കും. വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്ത കൃഷിക്ക് മുമ്പ് ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഈ ഗ്യാപ്പിന് എന്റർടൈൻ ചെയ്യാനാണ് ഇവർ ഡൽഹി വരുന്നത്. ഈ കൃഷിക്ക് വിളവ് വിറ്റ് കിട്ടുന്ന കുറെ അധികം പൈസ, കോടീശ്വരന്മാരാണ് ഇവരെല്ലാം, പാവങ്ങളൊന്നുമല്ല. വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഇച്ചിരി വെള്ളവടിയും കാര്യം. കഴിഞ്ഞ 1ാം ഘട്ട സമരത്തിനകത്ത് ബെല്ലി ഡാൻസ് വരെ ഉണ്ടായിരുന്നു.
പിന്നെ കാല് മസാജ് ചെയ്യുന്ന മിഷൻസ്, തമാശ പറഞ്ഞു, കാല് മസാജ് ചെയ്യുന്ന മിഷണറീസ് വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒന്നാം ഘട്ട സമരം. ഇങ്ങനെയൊക്കെ ഇവർ ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് വരുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു മേള നടക്കുന്നുണ്ടല്ലോ, CJP ബഹളങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിനിടയിൽ പങ്കെടുത്തത് SFIയുടെ പിള്ളേര്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര്, സോളിഡാരിറ്റി, പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗങ്ങള് തുടങ്ങിയ താരങ്ങൾ പതിവ് പോലെ. അവരൊക്കെ പിന്നെ എല്ലാ സമരത്തിനും ബിരിയാണി കൊടുക്കുന്നതൊക്കെ അവര് തന്നെ. ഇവരെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ടത്. ഇത് പ്രേക്ഷകർക്ക് പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇത് ഒരിക്കലും നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇത്ര വിശദമായി പറയാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വിശദമായി തന്നെ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സമരം തീരുമോ, ഇത് വലിയ പ്രശ്നമാകില്ലേ എന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ BJP സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ ഒരു ചരിത്രം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പ് എന്തൊക്കെ സമരങ്ങൾ നടന്നു ഈ രാജ്യത്ത്? പൗരത്വ ഭേദഗതി സമരം നടന്നു. ഷഹീൻ ബാഗിലെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഏതാണ്ട് ഒരു 8-9 മാസക്കാലം സമരം നടന്നു. വലിയ സമരമായിരുന്നു, കൊട്ടും പാട്ടും. അത് പിന്നെ വേറെ കണ്ടു, സുഡാപ്പികളാണ്ട് ആള് കൂടുതലായിരുന്നു. ഉള്ള സുഡാപ്പികൾ കംപ്ലീറ്റ് അത് പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റുകൾ പങ്കെടുത്തു, അവർ പങ്കെടുത്തു, ഇവർ പങ്കെടുത്തു, കോൺഗ്രസ് ആയിരുന്നു. ഭയങ്കര സമരമായിരുന്നു. സമരത്തിന്റെ ബാക്കി പത്രം എന്തായിരുന്നു? സമരത്തിന് നേതൃത്വം നൽകിയ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ആ യുവ നേതാവ് ഇന്ന് എവിടെയാണ്? അവനായിരുന്നല്ലോ വലിയ ആക്രോശപ്പെട്ടത്. അവനെ പാടിപ്പോഴ്ത്തി. ഇപ്പൊ ഈ പാറ്റപ്പാട്ടിയുടെ ദീപക് അപ്തയെ പാടിപ്പോഴ്ത്തുന്നത് പോലെ ഉമർ ഖാലിദിനാണ് ഈ മാധ്യമങ്ങൾ പാടിപ്പോഴ്ത്തി. അഭിജിത് ദീപ് ഇപ്പൊ പാടിപ്പോഴ്ത്തുന്നുണ്ട്, ധീരൻ, വീരൻ, തീപ്പന്തം എന്നൊക്കെ പറഞ്ഞു. അന്ന് അതിനേക്കാൾ വലുതായിട്ട് പാടിപ്പോഴ്ത്തിയ ഈ പറയുന്ന ഉമർ ഖാലിദ് എവിടെയാണ് കിടക്കുന്നത്? തീഹാർ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുകയാണ്. ഇടയ്ക്ക് അമ്മയെ കാണാൻ അങ്ങോട്ട് കുറച്ച് ദിവസം ഒരു അവധി കൊടുത്തിരുന്നു, ഒരു ജാമ്യം. വന്ന് കണ്ടിട്ട് തിരിച്ചു പോക്കോളാൻ പറഞ്ഞു. അത് കിടക്കുക. കോടതിയിൽ അങ്ങോട്ട് ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ കോടതി ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ്ബിനിൽ ഇടുക ചെയ്യുന്നത്. അപ്പം ഇതാണ് അവിടെ നടക്കുന്നത്. അതിന് നേതൃത്വം വഹിച്ച ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ, വെടിവെപ്പൊക്കെ നടത്തിയ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ എവിടെയാണ് കിടക്കുന്നത്? തീഹാറിലാണ് കിടക്കുന്നത്. ആ സമരത്തിൽ പങ്കെടുത്ത പലരും എവിടെയാണ്? വഴിയാധാരമായി. ഇപ്പോഴും ആ സമരത്തിൽ പങ്കെടുത്ത കുറെ ആളുകൾക്ക് നേരം വിളിക്കാത്തതുകൊണ്ട് അവർ ഓരോ സമരങ്ങൾ വരുമ്പോഴും ഇപ്പൊ ഇത് തകരും, ഈ രാജ്യം തകരും, നമ്മുടെ രാജ്യം വരുമെന്ന് കരുതും. രണ്ടാമത് ഡൽഹിയിൽ നടന്ന സമരം എന്തായിരുന്നു? കർഷക സമരമായിരുന്നു. ആടിത്തിമിർത്തു. പാർലമെന്റ് മന്ദിരത്തിനകത്ത് കയറി പതാക ഉയർത്തി. പതാക ഉയർത്തിയവൻ എവിടെയാണ് ഇപ്പോൾ? ഒരു ദീപു എന്ന് പറഞ്ഞൊരു ഗായകൻ കൂടിയായിരുന്നത്. ആ ഗായകൻ എവിടെയായിരുന്നു? എങ്ങനെയോ പടമായി. ഇപ്പോ സ്വർഗത്താണോ നരകത്താണോ എന്നറിയില്ല. പിന്നെ അതിൽ പങ്കെടുത്ത പലരും ഇന്ന് എവിടെയാണ്? ഇതാണ് ഇതിന്റെ അവസ്ഥ. രണ്ടാമത് ഇവന്മാർ സമരം കൊണ്ടുവന്നപ്പോൾ എന്താണ് പിന്നെ സർക്കാർ ചെയ്തത്? 2 ആഴ്ചക്കുള്ളിൽ ചവിട്ടിക്കൂട്ടി. അവിടെ നിന്ന് ആം ആദ്മി ഭരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വലിയ സഹായം ദില്ലിയിൽ നിന്ന് ഇവർക്ക് കിട്ടിയിരുന്നു സമരക്കാർ. ഈ 2 സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അഗ്നിവീർ സമരം നടന്നു, 4 ദിവസം ഈ രാജ്യത്ത് നടന്നു. ബീഹാറിലും പാടത്ത് നടന്ന അഗ്നിവീർ സമരം. പിന്നെ എന്ത് സംഭവിച്ചു? അവന്റെയൊക്കെ കുടുംബവും പോയി, ഒപ്പം തന്നെ സ്ഥലവും പോയി. കാരണം ഈ തീവണ്ടിക്കും മറ്റും തീവച്ചതിനും കല്ലെറിഞ്ഞതിനും അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലും ആ വകുപ്പ് എടുത്തിട്ടുണ്ട്. ഈ പൊതുമുതൽ നശിപ്പിച്ചത് അവരുടെ കുടുംബത്തിൽ നീടാക്കും. ആ പൈസ, ആ വസ്തുവകൾ ജപ്തി ചെയ്തെടുക്കും. എല്ലാം ജപ്തി ചെയ്തു. ഇപ്പൊ കടത്തിനിൽ ഉറങ്ങുന്ന കുറെ പേരുടെ വിഷ്വൽസ് കുറച്ചാൾ മുമ്പ് ഒരു സുഡാപ്പി മാധ്യമം പുറത്തു വിടുന്നുണ്ട്, ഇവരെ നിരപരാധികളാണ് മറ്റാന്ന് പറഞ്ഞിട്ട്. അതെല്ലാം പോയി. ഇതാണ് കണ്ടത്. ഇപ്പൊ ഈ പാർട്ടികളെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പണി, BJPക്കാരുടെ മെയിൻ പണി എന്ന് വെച്ചാൽ അവരിങ്ങനെയുള്ള സമരങ്ങൾ വരുമ്പോൾ അതിനെ ഇങ്ങനെ മാക്സിമം അനങ്ങാതിരിക്കും. എന്നിട്ട് മുഴുവൻ നരിച്ചീറുകളും ഈ സമരത്തിൽ പങ്കെടുത്ത് ഇവന്മാർ അർമാദിച്ചെല്ലാം കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ ഇതിന്റെ മുഴുവൻ പൊള്ളത്തരങ്ങളും, ഈ സമരത്തിന്റെ പൊള്ളത്തരങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് ജനം ഇത് ഈ സമരം തുടക്കത്തിൽ അടിച്ചൊതുക്കി അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ചർച്ച നടത്തി ഈ സമരത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവന്മാർ ഉദ്ദേശശുദ്ധി പുറത്തു വരുമായിരുന്നോ? വരില്ല. ആൾക്കാർ പറയും മുട്ടുമടക്കി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ എഴുതുവാൻ. ഇപ്പൊ ഉദ്ദേശശുദ്ധി പുറത്തു വന്നിരിക്കുന്നു. ക്രിമിനൽസ് ആണ് ഇതിൽ പങ്കെടുക്കുന്ന പലരും. അറസ്റ്റ് അവരും ഗുണ്ടകളാണ്. ഇപ്പൊ ധനുഷ് കാണിച്ച വിഷയത്തിൽ തന്നെ ഗ്യാങ്സ്റ്റാർ ആണ്, ഗുണ്ട തലവനാണ് കാണിച്ചത്. അയാളും ഗുണ്ടകളും കൂടെ ആണ്. ഇവരെയൊക്കെയാണ് നമ്മൾ മലയാള മാധ്യമങ്ങൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവര് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 370 എടുത്തു കളയുക, ഉമർ ഖാലിദിനെ വെറുതെ വിടുക. ഇനി ഇച്ചിരി കഴിയുമ്പോൾ ചിലപ്പോൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ വെറുതെ വിടുക എന്നൊക്കെ പറയും. കാശ്മീർ സ്വതന്ത്രമാക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മുദ്രാവാക്യം. പിന്നെ പാർലമെന്റ് കത്തിക്കുക, ഇന്ത്യ നേപ്പാളാക്കുക, ഇതൊക്കെയാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ സെലിബ്രിറ്റികളുണ്ട്, എക്കും ബുക്കും അറിയാത്ത സെലിബ്രിറ്റികളാണ്. ഇവരെയൊക്കെ എവിടെങ്കിലും ഒരു പബ്ലിക് കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും കുടിവെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടെ ഈ PSC തകർന്ന് തരിപ്പണമായി. ഇതിലും വലിയ ദുരന്തം PSCയിൽ നടക്കുകയാണ്. ഇവിടെ ഇഴയുകയാണ്, മുട്ടിലിഴയാണ്. നഴ്സുമാരുടെ സമരം ഇവിടെ ഉണ്ടായിരുന്നു, ആശമാരുടെ സമരം ഇവിടെ ഉണ്ടായിരുന്നു. അവർ മണ്ണ് വാരി തിന്നുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു? പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇവിടെ ഒരു മെഴുകുതിരി കത്തിക്കാൻ പോലും ഉണ്ടായില്ല ഇവിടെ ആരും. അപ്പൊ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ അതിനൊന്നും ഇറങ്ങാതെ അതിനൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് അത് മനസ്സിലാകുന്നത് ഫണ്ട് വല്ലതും കിട്ടി കാണണം, അല്ലാതെ എന്തിനാ ഇറങ്ങുന്നത്? അല്ല, ഫണ്ട് കിട്ടി കാണുന്നല്ല, വലിയ രീതിയിലാണ് ഫണ്ട്. 5000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഒരു ഇടത്തരം ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നതിന് കിട്ടുന്നത്. സെലിബ്രിറ്റികളാണെങ്കിൽ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപയും വിത്ത് ഫ്ലൈറ്റ് ടിക്കറ്റുമാണ് സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുന്നത്. അത് റേറ്റിംഗ് ഉണ്ട് ഇവർക്ക്. 5 ലക്ഷം കൊടുക്കുന്നവർക്ക് വലിയ രീതിയിൽ ഫണ്ട് എടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവൻ അവരല്ലേ.
ഈ ആളെയൊന്നും നമ്മൾ ഇതുവരെ സമരപന്തലിൽ കണ്ടിട്ടില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ വരുന്ന പോസ്റ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത്രയും പേരെ നമുക്ക് സമരപന്തലിൽ. ഇതിനകത്ത് അതും കൂടെ പറഞ്ഞു നിർത്താം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തന്നെ വർക്ക് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനാണ് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു രാജ്യം. പക്ഷെ അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് പാകിസ്ഥാനിൽ കൂടെ ആയിരിക്കും ഈ പണം എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭയങ്കരമായി തന്നെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പല വ്യാജ വാർത്തകൾ. ഇതിനകത്ത് ഒരു സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നത് 250 പേർ കസ്റ്റഡിയിലാണ്, 391 പേർക്ക് പരിക്കേറ്റു. എന്നാൽ ശരിക്കും പറഞ്ഞാൽ 70 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഒപ്പം തന്നെ 120 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിലേതാണ്ട് ഒരു 55-58 പേര് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിൽ 5 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നടക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും മറ്റുമൊക്കെ. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ സംഘടനകളോ ഗ്രൂപ്പുകളോ പങ്കാളികളാണെന്ന് തെളിഞ്ഞാൽ അവരെ നിരോധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് ഇപ്പൊ പോലീസും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും എലിമെന്റ്സ് കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ സമരം കുറെ ദിവസം കൂടി മുൻപോട്ട് പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എങ്കിൽ മാത്രമേ ഇതിന്റെ കള്ളി വെളിച്ചത്തായിട്ട് പതുക്കെ തെളിയും. ഈ പൗരത്വ ഭേദഗതി സമരം കുറച്ചുനാൾ നീണ്ടുപോയതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ പോപ്പുലർ ഫണ്ട് ആണെന്നും ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം 2047 ഇതൊരു ഇസ്ലാമിക രാജ്യം ആക്കണം എന്നുള്ളതായിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമുക്ക് തെളിഞ്ഞത്. കർഷക സമരം തുടക്കത്തിൽ നമ്മളത് ഒന്നും മനസ്സിലായില്ല, കർഷകരല്ലേ എന്ന് പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഖാലിസ്ഥാൻ എലിമെന്റ്സുകൾ അതിൽ കടന്നു വരികയും ഖാലിസ്ഥാനികൾ അത് കിടന്ന് തുള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തു വരും. രണ്ട് കൊലപാതകങ്ങൾ മറ്റും അതിൽ നടന്നു ആ സമരത്തിനിടയ്ക്ക് തന്നെ. അവന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ്സ്റ്റാർ വാറുകളും അതിന്റെ ഇടയിൽ നടക്കുകയുണ്ടായി. ഇങ്ങനെയൊക്കെ നടന്നു. ഏതായാലും പാർട്ടികൾ കുറച്ചു ദിവസം കൂടെ കിടക്കട്ടെ, പാർട്ടികളുടെ തനിനിറം പുറത്തു വരട്ടെ. എന്തൊക്കെ ഇപ്പൊ പുറത്ത് വന്നു കഴിഞ്ഞല്ലോ. ഇതൊന്നും മലയാള മാധ്യമങ്ങൾ നൽകില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് സധൈര്യം നൽകാൻ നമ്മൾ തയ്യാറാകുന്നത്. കുറച്ച് പ്രേക്ഷകരെങ്കിലും സത്യം മനസ്സിലാക്കുക.